അവന്റെ പേര് മിന്നൽ ബിജു എന്നാ. ഏതോ കേസിൽപ്പെട്ട് ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവനൊരു വാടക കൊലയാളിയാ. ഞാൻ മറ്റൊരു വഴിക്ക് അറിഞ്ഞതാ ഇതൊക്കെ. അപ്പോ ഏട്ടത്തിയോ ആ ധനുഷോ അവനെ വാടകയ്ക്കെടുത്താണ് ഇത് നടത്തിയത്. അതല്ലേ ശരി? അതെ സച്ചേട്ടാ. കണ്ടാൽ അപകടമെന്ന് തോന്നുന്ന തരത്തിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് തന്നെയാവും. താനൊന്ന് ആലോചിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. വൈകിട്ട് ഞാൻ വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ശരി സച്ചേട്ടാ. ആ പിന്നെ തൽക്കാലം അച്ഛനോടും അമ്മയോടും ആതിരയോടും ഇത് പറയണ്ട. അവർക്ക് വല്ലാതെ ടെൻഷനാവും. ശരി. സാറിപ്പോ എവിടെയാ? ആ വിഷ്വലിൽ കാണുന്ന ആളുടെ പേര് മിന്നൽ ബിജു എന്ന്. മോഷണം മുതൽ കൊലപാതകം വരെ കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന ഒരു ബോൺ ക്രിമിനൽ. അനൂപിനും ബിജുവിനും നേരിട്ട് ശത്രുതയുണ്ടാവാൻ ഒരു വഴിയില്ലാത്ത സ്ഥിതിക്ക് ഇത് കാശ് കൊടുത്ത് അവനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണെന്ന് ഉറപ്പാണ്. അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്താലേ ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയാൻ കഴിയും. അവൻ ഏത് സമയത്ത് എവിടെയാണെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ലെന്ന് അവനെ അറിയാവുന്നവർ പറയുന്നത്. അവൻ എവിടെ ഉണ്ടെങ്കിലും പൊക്കണമെന്ന് ഞാൻ CI രാജമലികയോട് പറഞ്ഞിട്ടുണ്ട്. ഹലോ സാർ, ആ ബിജു എന്ന് പറയുന്ന ആളുടെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ശംഖുമുഖം ബീച്ചാണെന്ന ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ശംഖുമുഖം ബീച്ചോ? ഞാനിവിടെ ഉണ്ടല്ലോ. ഞങ്ങളിതേ എത്തി സർ. അവൻ അവൻ ഈ ബീച്ചിൽ എവിടെയോ ഉണ്ട് അർച്ചന. ഇവിടെയോ? അതെ. സർ, ദേ. നിൽക്കാൻ. എടാ, നിൽക്കാനാ പറഞ്ഞത്. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. കാസിം, പിടിക്കണോ? ഇത്ര അടുത്ത് കിട്ടിയിട്ടും അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്തായി? അവൻ കടന്നു കളഞ്ഞു സർ. ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും തന്നെ അവനുണ്ടാവും. മുഴുവൻ സെർച്ച് ചെയ്യണം. യെസ് സർ. രാജമലിക, ഇത് അർച്ചന. ആക്സിഡന്റ് പറ്റി കിടക്കുന്ന അനൂപിന്റെ സഹോദരിയ, പിന്നെ കളക്ടർ മാഡത്തിന്റെ ഫ്രണ്ട്. രാജമലിക, ഇവിടെ മുഴുവൻ അന്വേഷിക്കണം. യെസ് സർ. അവനെ എവിടെ ഉണ്ടെങ്കിലും പിടിക്കണം. സർ. ചെല്ല്.
ആ ഹലോ മാഡം ആകെ കുഴപ്പമായി. പുറത്തുവെച്ച് ആ ACP കാർത്തിക് എന്നെ കണ്ടു. അയാളുടെ കൂടെ അർച്ചന ഉണ്ടായിരുന്നു. അർച്ചനയ്ക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട് മാഡം. അതാ പോലീസിനോട് അവളെല്ലാം പറഞ്ഞത്. നീ എന്തിനാ അവരെ ഫോളോ ചെയ്യാൻ പോയത്? മറ്റാരെങ്കിലും വിട്ടാ പോരായിരുന്നോ? എന്നെ തിരിച്ചറിഞ്ഞതോടെ ഒരു കാര്യം ഉറപ്പാ. അർച്ചനയ്ക്ക് അനൂപിന്റെ അപകടത്തിന്റെ CCTV വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അതവള് പോലീസിനെ കാണിച്ചിട്ടുണ്ടാവും. നീ ഇപ്പം ഫോൺ വെച്ചിട്ട് ആരുടെയും കണ്ണിപ്പെടാതെ അവിടുന്ന് മാറാൻ നോക്ക്. അത് ആ ഞാൻ നിന്നെ വിളിക്കാം, എന്നിട്ട് നേരിട്ട് സംസാരിക്കാം. ആ ശരി മാഡം. ഇവനെന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഞാനും ഇവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനിവനെ കണ്ടിട്ട് പോലുമില്ല. അനുപേട്ടൻ കാണാൻ വഴിയില്ല. അനുപേട്ടന് മാത്രമല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന മിന്നൽ ബിജുവിനും അനുപേട്ടനെ പരിചയം കാണില്ല. കുറെ വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അനുപേട്ടനെ അറിയാവുന്ന ആരോ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഇത്. അതായത് ആരോ ബിജുവിന് കൊട്ടേഷൻ കൊടുത്തതാ. കൊട്ടേഷൻ കൊടുക്കാനോ? എന്തിന്? അതിന് ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്തിട്ടില്ലെന്ന്? ധനുഷിന്റെ പേര് ഷാഹിർ മുഹമ്മദ് ആണെന്നും പഴയ കമ്പനിയിൽ വെച്ച് ഒരു പെൺകുട്ടി മരിച്ച സംഭവം പുറത്തു കൊണ്ടുവന്നതും അനുപേണ്ണല്ലേ? അത് കാരണമല്ലേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തതും? ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം മുടക്കാൻ നമ്മൾ അർച്ചനയുടെ കൂടെ നിന്നതിന് അവന്തിക ചെയ്യിപ്പിച്ചതാണോന്നും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഈ അപകടം മനഃപൂർവ്വമാണെന്ന് ഞാൻ പറഞ്ഞത്. ആ CA രാജമല്ലികയോട് അവന്തികയുടെ പേര് ഞാൻ പറയാത്തത് നീ എന്നെ വിലക്കിയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഏടത്തി അങ്ങനെ പറഞ്ഞാലും തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ എന്തിനാണെന്ന് അവർ തിരിച്ചു ചോദിച്ചാൽ നമുക്ക് ധനുഷിന്റെ പേര് പറയേണ്ടി വരും. ആ കേസിൽ നിരപരാധിയാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് നമ്മൾ വിവാഹം മുടക്കാൻ വേണ്ടി ഈ സാധാ ആക്സിഡന്റിനെ മനഃപൂർവ്വമാക്കി മാറ്റിയതാണെന്ന് അവർ വരുത്തി തീർക്കുകയും ചെയ്യും. അതുകൊണ്ടാ ഞാൻ സംശയം തോന്നിയാലും പേര് പറയണ്ടെന്ന് പറഞ്ഞത്.
പോലീസിനോട് പറഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ നിന്നത് പോവൊന്നുമില്ല. എന്റെ അനൂപേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് ആരായാലും കൊടുക്കുന്നുണ്ട് ഞാൻ. പകരം തീർക്കണം എടുത്തേ, ആരായാലും പകരം തീർക്കണം. ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാനുണ്ട് സംശയങ്ങളെല്ലാം, അതും കൂടി ഒന്ന് കഴിയട്ടെ. അച്ചു പറഞ്ഞ കാരണം കൊണ്ട് മാത്രമാണെന്ന് അറിയണം. വിവാഹം അടുത്ത് വരുന്നതുകൊണ്ട് ഇനി എതിർത്ത് നിൽക്കുമെന്ന് കരുതി എന്നെ കിടത്തിയതാണോന്നും അറിയില്ലല്ലോ. ഇനി അച്ചുവിനൊപ്പം എനിക്കും മീരിക്കും നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെയും ആവാം. ഒറ്റയ്ക്കാക്കി തളർത്തി ഈ വിവാഹം നടത്താനാണോന്ന് പോലും അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപാട് സൂക്ഷിക്കണം. കൂടെയുള്ളവർക്കൊക്കെ അനൂപേട്ടന്റെ പോലുള്ള അനുഭവം ഉണ്ടാവാനാ സാധ്യത. കൂടെ നിൽക്കുന്നവരല്ല, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നീയാ അച്ചു. നീയാ എല്ലാത്തിനും മുന്നിലെന്നും ഓരോരുത്തരെയും കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് നീയാണെന്നും അവർക്കറിയാം. അപ്പോ അപകടപ്പെടുത്താൻ പോകുന്നത് എന്നെയായാലും മതി. അതുകൊണ്ട് നീ നല്ലോണം സൂക്ഷിക്കണം. അറിയാനോ ബേട്ട, അതിനൊക്കെ പ്രതിവിധി എന്ന് പറയുന്നത് മിന്നൽ ബിജു എന്ന ക്രിമിനലിനെ കണ്ടെത്തുക എന്നുള്ളതാ. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ സത്യവും പറയിപ്പിക്കണം. ഒരു വലിയ പോരാട്ടത്തിലെ ഇത് അവസാനിക്കൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുള്ള ഒരു വലിയ പോരാട്ടത്തില്. തലനാരിഴയ്ക്ക് ഒരു തലനാരിഴയ്ക്കാ ഇന്ന് ആ ബിജു എന്ന് പറയുന്നവനെ അവരുടെ കിട്ടാതെ പോയത്. നിന്റെ കാര്യത്തിന് ഞാൻ ഓരോന്ന് റിസ്ക് എടുത്ത് ചെയ്യുമ്പോ നിനക്ക് സ്നേഹയോടൊപ്പം പ്രേമവും കുടുംബക്ഷേത്രത്തിൽ 4 അമ്പല ദർശനവും. ബിജുവിനെ അവരുടെ കൈ കിട്ടിയാലേ കുടുംബക്ഷേത്രത്തിലെ ഈശ്വരന്മാര് വിചാരിച്ചാലൊന്നും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തുന്നാ നീ പറഞ്ഞു വരുന്നേ? ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുമ്പോ ഒരു മാസ്ക് വാങ്ങി വെക്കാനുള്ള ബുദ്ധി പോലും അവന് തോന്നിയില്ലല്ലോ. അതല്ലേ CCTVയിൽ അവന്റെ മോന്തം എല്ലാവരും കണ്ടത്. പോലീസിനെ പിന്നെയും സഹിക്കാം. അർച്ചനയുടെ CID പണിയാണ് നമുക്കിപ്പോ കുരിശാവുന്നത്. അജയന്റെ കൊലപാതകവും അനൂപിന്റെ അപകടവും കൂട്ടിച്ചേർക്കാൻ അർച്ചനയ്ക്ക് അധിക സമയമൊന്നും വേണ്ടിവരില്ല. വിവാഹത്തിന് മുൻപ് ഈ 2 കേസുകളിലും ഞാൻ കുടുങ്ങാനുള്ള സാധ്യത വളരെ വലുതാ. ഇനി നീ അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. അജയനെ കാണാനില്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞ് അജയന്റെ വീട്ടുകാര് DGPക്ക് പരാതി കൊടുക്കാൻ പോവാന്ന്. അർച്ചനയായിട്ട് അവരെ കുത്തിയിളക്കി വിടുന്നതാ. ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണോ നീ നെല്ലിശ്ശേരിയിലിരുന്ന് സ്നേഹമായിട്ട് സല്ലപിച്ചോണ്ടിരുന്നത്? പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാവും? നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഒരുമിച്ച് എന്റെ നേരെ വന്ന സ്നേഹയും നന്ദനും ആ സേതുവൊക്കെ എന്റെ കൂടെ നിൽക്കണം. മുന്നിൽ തെളിവ് നിർത്തിയാലും അതൊക്കെ അർച്ചനയും ബാക്കിയുള്ളവരും മനഃപൂർവ്വമായി സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ അവരത് വിശ്വസിക്കണം. അതിന് കുറച്ച് കൂടുതൽ പ്രേമം കാണിച്ചെന്നും വരും, അവര് പറയുന്നതിനൊക്കെ കൂടെ തുള്ളിയെന്നും വരും. ആ അവസ്ഥ എനിക്കിപ്പോ. എങ്ങനെങ്കിലും വേഗം ഈ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ പിന്നെ എന്നെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത സേതുവിനും നന്ദനൊക്കെയാ. അതവർ നോക്കിക്കോളും. തൽക്കാലം ഈ വിവാഹം നടന്നു കഴിയുന്നവരെങ്കിലും ഈ കേസിന്റെ വാലും പിടിച്ച് ഒന്നും എന്റെ നേരെ വരരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത്. അതിന് നീ തന്നെ ഒരു വഴി പറയേ. അതിന് അർച്ചന എവിടെയെങ്കിലും തളച്ചിടണം. അതാകെയുള്ളൊരു വഴി. അർച്ചനെ തളച്ചിടണം എന്ന് ഞാൻ പറഞ്ഞത് അവളെ പിടിച്ച് പൂട്ടിയിടണം എന്നല്ല, മാനസികമായി തളച്ചിടണം. അവൾക്കൊരു വിചാരമുണ്ട്. അവൾക്ക് താല്പര്യമില്ലാത്ത എല്ലാ വിവാഹങ്ങളും ആ സമയത്ത് മുടങ്ങിയതുപോലെ ഇവിടെ എന്തെങ്കിലും ഗിമ്മിക്ക് കാണിച്ച് അതങ്ങ് മുടക്കാന്ന്.
അതിനവളെ എപ്പോഴും സഹായിക്കുന്ന ഈശ്വരൻ ഇത്തവണ അവൾക്ക് എതിരായിട്ട് നിൽക്കും. അതിനുള്ള വഴി അവന്തികയ്ക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് സച്ചി അർച്ചനയും ഈ നാട്ടിൽ തന്നെ ഉണ്ടാവരുത്. അതിനുള്ള വഴിയാ ഇനി ആലോചിക്കേണ്ടത്. വിവാഹത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അത് സംഭവിച്ചിരിക്കണം. ഇപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? നേരത്തെയുള്ള പ്രോബ്ലംസ് എല്ലാം ഇപ്പോഴും ഉണ്ട്. അപ്പോ സർജറി നടത്തിയേ പറ്റുമല്ലേ? അത് സർജറി പറഞ്ഞ ഡേറ്റ് വരെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ നടത്തിയേ പറ്റൂ. കുഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ. മാറ്റം വരികയാണെങ്കിൽ സർജറിയുടെ ആവശ്യമില്ല. 7-ാം തീയതി എന്നുള്ളത് 6-നോ 8-നോ നടത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഡോക്ടർ? മറ്റൊരു ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമുള്ളതുകൊണ്ടായിരുന്നു. 7-ന് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കുഞ്ഞിന്റെ ആരോഗ്യം കൂടെ കണക്കിലെടുത്താ സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഡേറ്റിലൊക്കെ മറ്റ് സർജറികളുണ്ട്. 7-ന് ശേഷം ഞാൻ ഉണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ അസൗകര്യങ്ങൾ സർജറി ഒരിക്കലും ബാധിക്കില്ല. ആരെങ്കിലും ഒരാൾ പുറത്തു നിന്നാൽ മതി. എല്ലാവരും വേണമെന്നില്ല. ഞാൻ പുറത്തുണ്ടാവും ഡോക്ടർ. മറ്റാരില്ലെങ്കിലും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. ഒരു കാരണം കൊണ്ടും സർജറി മാറ്റിവെക്കേണ്ട കാര്യമില്ല. അന്ന് തന്നെ നടക്കട്ടെ. അന്ന് തന്നെ നടത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ആ കം. ഏട്ടത്തിയോടും എല്ലാവരോടും ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ വിവാഹത്തിന് വരുന്നില്ലെന്ന്. എന്നെ അതിനെ നിർബന്ധിക്കേണ്ടെന്നു. ഇനിയും ഞാൻ എങ്ങനെ പറഞ്ഞാലാ നിങ്ങൾക്കൊക്കെ ബോധ്യമാവുന്നത്? അങ്ങനെ ഒരു സാധ്യതയുണ്ടോന്ന് ഡോക്ടറോട് ചോദിച്ചോന്നല്ലേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കും പോണമെന്നുണ്ടെങ്കിൽ പോവാം. മീനടുത്തേക്കും പോവാം. അനൂപേട്ടൻ്റെയും ഇവളുടെ അടുത്തും ഞാൻ നിന്നോളാം. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവനെ വിഷമിപ്പിക്കണ്ട മോളെ. വിഷമിപ്പിക്കുന്നല്ല അച്ഛാ. നെല്ലിശ്ശേരിയിൽ എല്ലാവർക്കും വിഷമമുണ്ട് സന്ദീപ് അങ്ങോട്ട് വരാത്തതിൽ. പിന്നെ സച്ചേണ്ണ താല്പര്യമില്ലെന്നാ പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ. വിവാഹം മാറ്റിവെക്കാത്തതിന്റെ കാരണം ജോത്സ്യം പറഞ്ഞതാണെന്നും ധനുഷിന്റെ വീട്ടുകാർക്ക് ഇനി നാണക്കേടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാശിയാ കൂടുതലും. പറഞ്ഞ സമയത്ത് ഈ വിവാഹം നടക്കണമെന്നുള്ള എല്ലാവരുടെയും വാശി. സേതു എന്നെ വിളിച്ച് വിവാഹം മാറ്റിവെക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. കാര്യമായിട്ട് ചോദിച്ചാണെങ്കിലും ചടങ്ങായിട്ട് ചോദിച്ചാണെങ്കിലും നമ്മൾ കാരണം അവർ ബുദ്ധിമുട്ടട്ടാന്ന് കരുതി. നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കേണ്ട ഒരു വിവാഹമായത്. സന്ദീപിന്റെയും മാതിരിയുടെയും കുഞ്ഞു വരെയും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ഓർത്തിട്ട് എന്താ കാര്യം? അച്ഛനും അമ്മയ്ക്കും പോകണമെങ്കിൽ ആവാം. ആരെങ്കിലും പോയില്ലെങ്കിൽ അവരെന്താ കരുതുക? മനഃപൂർവ്വമായി ചെന്നില്ലെന്നേ അവർ കരുതൂ. പക്ഷേ അവരെന്ത് കരുതിയാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ മക്കളുടെയും മരുമക്കളുടെയും അഭിപ്രായത്തെ മാനിക്കാതെ അവരുടെ വാശിയും നടത്തുന്ന ഈ വിവാഹത്തിൽ ഞങ്ങളും പങ്കെടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളാ വലുത്. അവരെ അവഗണിക്കുന്നിടത്തേക്ക് ഒരു ബന്ധവും പറഞ്ഞ ഞാനോ കമലയോ പോവില്ല.
എല്ലാം കണ്ട് മിണ്ടാതിരിക്കാനും ക്ഷമിക്കാനും ഒരു പരിധിവരെയല്ലേ സാധിക്കൂ. എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. ചില സമയത്ത് പ്രതികരിച്ചു പോയെന്ന് വരും.